കാണാൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്ന് അവസാന ദിവസമാണ്, അതുകൊണ്ട് 2-3 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്ലാഷ് മോബ് എടുക്കുന്നു, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു. നിങ്ങൾ എല്ലാവരും മയക്കുമരുന്നിനെതിരായിട്ട് തന്നെ ശബ്ദിക്കുക, നമുക്കൊപ്പം അണിചേരുക, ഈ നാടിനെ ലഹരി മുക്തമാക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്ലാഷ് മോബ്. ലഹരിക്കെതിരായ നിചരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ. ഇനി ലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ. ഇനിയില്ലെങ്കിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി. കരുതുന്ന പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. നിന്നും ലഹരികൾക്കെതിരായി കരുതുന്ന
താങ്ക് യു. നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. നിങ്ങൾ ഗവൺമെന്റ് ഹൈസ്കൂൾ തച്ചങ്ങാടാണ് അല്ലേ? ഓക്കെ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു? മോളെ അഭിനയൊക്കെ സൂപ്പറായിരുന്നു. മോള് വലിയ ഹൃദയസ്പർശിയായിട്ട് അഭിനയിച്ചു. അപ്പൊ നിങ്ങളെ NCC-ക്കാർക്കെല്ലാം ഒരു വലിയ സല്യൂട്ട്. നിങ്ങൾ എന്തൊരു സല്യൂട്ട് തിരിച്ചു തരാത്തെ? ഓ, നമ്മൾ സല്യൂട്ട് അടിച്ചു അല്ലേ? ഓക്കെ, നമ്മുടെ മെമ്പറെ എങ്ങനെയുണ്ട് നമ്മുടെ പനയിലെ കാര്യങ്ങളൊക്കെ? ഇവിടുന്ന് ഒരു പ്രൊഡ്യൂസറൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, രാകേഷ് പറയാം. നമുക്ക് ഇവിടെ കൂടുതലാണ്. നമ്മൾ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ മാതാപിതാക്കൾക്കും വളരെ മനസ്സിൽ വലിയ ഇനി വളർന്നു വരുന്ന 2 കുട്ടികളായിരിക്കാം ഏകദേശം മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കുക. ഇനി വളർന്നു വരുന്ന കുട്ടികളെ നമ്മളെ എങ്ങനെ ഞങ്ങൾ കുട്ടികളെ വളർത്തും, ഏത് രീതിയിലാണ്, ഞങ്ങൾക്ക് ഏത് സമയത്താണ് ഞങ്ങൾക്ക് അവരെ നഷ്ടപ്പെടുക, ഏത് സമയത്താണ് അവർ ഇതിനെ അടിമയാവുക എന്നും മനസ്സിലാക്കാതെ ആദിയോടെ വേദനയോടെ ജീവിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് കാലഘട്ടം കടന്നു പോകുന്നുള്ളത്. സാറ് ഈ 24-ന്റെ സാറ് എല്ലാവർക്കും അഭിമാനവും ആവേശവുമായിട്ടുള്ളതാണ്. ഈ സാറ് ഈ കാര്യം തുടങ്ങിയത് തന്നെ വളരെയധികം സന്തോഷം. ഞങ്ങളുടെ യുവതലമുറയെ സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ലഹരിക്കെതിരെ പോയതാണ്. ഞങ്ങൾ എല്ലാവരും സന്നദ്ധമാവണം. എല്ലാ കുട്ടികളും അതിന് സന്നദ്ധമായിക്കൊണ്ട് നമ്മുടെ ഇതിനെ തുടച്ചു നീക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് എല്ലാവർക്കും കഴിയണമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണുള്ളത്. എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ സഹോദരി സഹോദരന്മാർക്കുള്ള വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ അവസ്ഥയിൽ. അപ്പൊ എന്തായാലും നാളെ വൈകുന്നേരം ഇതിന്റെ സമാപനമാണ്. ഞായറാഴ്ച 30 ദിവസങ്ങളായി നമ്മൾ 14 ജില്ലകളിലൂടെ നടന്ന ഒരു പര്യടനമാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ തീവ്രമാണ് ഈ പ്രശ്നം. വളരെ മോശമാണ് സ്ഥിതി. മിക്ക പഞ്ചായത്തുകളും, കേരളത്തിലെ ഒരു പ്രദേശവും ഇത് വ്യത്യസ്തമല്ല. എല്ലാ സ്ഥലത്തും MDMA പോലെ രാസലഹരിയുടെ സ്വാധീനമുണ്ട്, ലഭ്യമാണ്. സ്കൂൾ വരാന്തകളിലൊക്കെ കുട്ടികളൊക്കെ തന്നെ കാര്യമാകുന്നു. പെൺകുട്ടികൾ ഇതിൽ കുറച്ച് അടിപ്പെട്ടിട്ടുണ്ട്. കുറെ പേര് ഈ കാർഡിയാക് അറസ്റ്റ് പോലും വരുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ അറിയേണ്ട ഒരു കാര്യം, 7 കൊല്ലം ആയുസുള്ളൂ ഇത് കഴിച്ചു കഴിഞ്ഞാൽ. പല്ലൊക്കെ ദ്രവിച്ച് മോന്തയുടെ ഷേപ്പൊക്കെ മാറി മനോരോഗം ബാധിച്ച് ചിലപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടായി മരണം വളരെ അപകടകരമായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ കുട്ടികളെ സൂക്ഷിക്കുക. നാളെ വൈകുന്നേരം പറ്റുന്ന ആൾക്കാർ കോഴിക്കോട് വരെ വരിക. നമ്മൾ 1 ലക്ഷം ആൾക്കാരുടെ ഒരു പ്രകടനം, മഹാസമ്മേളനമാണ് നടക്കുന്നത്. ഈ ഒരുപക്ഷെ ഈ മനുഷ്യ ശൃംഖല തീർത്ത് കേരളത്തിലുള്ള ഈ ലഹരി വ്യാപനം നടത്തുന്ന മലയാളി സുഹൃത്തുക്കളുണ്ട്. അവർക്കൊരു വെള്ളടി, അവർക്കൊരു നടക്കമുണ്ടാക്കുക. കേരളീയ ജനസമൂഹം ഒന്നിച്ചു നിൽക്കും. നിങ്ങളെ ഊതിയ പറക്കുന്നതിൽ പറന്നു പോകും. അപ്പം അവന്റെ പൊന്നാമരം കോട്ടകളിൽ നമ്മളെ ഇടിച്ചു കയറും എന്നുള്ളൊരു അന്ത്യശാസനം കൊടുക്കാനാണ്. അപ്പം നിങ്ങളൊക്കെ വരിക. നമ്മൾ ഈ 40 വർഷം ആഘോഷിക്കുന്നു പറഞ്ഞതിനേക്കാളും ഏറ്റവും വലിയ ആപൽഘട്ടത്തിൽ കേരളം പെട്ടുപോയിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞ പോലെ ഭയങ്കര ആദി പിടിച്ച് ജീവിക്കുന്ന അമ്മമാരൊക്കെ കേരളത്തിലുണ്ട്. അവർക്കിപ്പോൾ കണ്ണീരാണ്. അപ്പൊ ഇനി കൂടുതൽ അമ്മമാർ കണ്ണീരിൽ മൂക്കുകുത്തി വീഴാതിരിക്കാൻ നമുക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇതിൽ അണിചേരണം. ഓക്കെ, HM ആണ്. നമസ്കാരം HM. നമസ്കാരമുണ്ട് സാർ. HMന്റെ പേരെന്താ? ശുഭലക്ഷ്മി. നമ്മുടെ മെമ്പറുടെ പേര് ചോദിച്ചില്ലല്ലോ. സൈനബ അബൂബക്കർ. മെമ്പർ. ചെയർപേഴ്സണാ? അതറിയില്ല സാർ. ഞാൻ 10-15 വർഷമായി. സ്ട്രോങ്. ഉദുമ ഗവൺമെന്റ് ഹൈസ്കൂൾ 82 SSLC ബാച്ച് സർ. വളരെ സന്തോഷം. ഇവിടെ കാഞ്ഞങ്ങാട് ഇവിടെ വിടുത്തുകാരി തന്നെയാ? പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം 35 വർഷത്തോളമായിട്ട് കാഞ്ഞങ്ങാട് താമസമുണ്ട്. സാറിൻ്റെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും. ഇന്ന് നമ്മുടെ സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു വിപത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും എല്ലാ ലോകത്തെ ഏത് വിഭാഗത്തിലെയും എല്ലാ മനുഷ്യരും ഇതിൽ അണിചേരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ ഉദ്ദേശം. നമ്മുടെ കൊച്ചുകുട്ടികളെ ഇതിൻ്റെ വിപത്തിൽ നിന്ന് രക്ഷിക്കുക. ലോകത്തിന് ഏറ്റവും നല്ലൊരു മാതൃക തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ. താങ്ക് യു. ഞാനിന്ന് കുരിഞ്ഞേക്കാം. HMന്റെ ഉയരം സന്തോഷം. GHS തച്ചങ്ങാട് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന 10 വിദ്യാലയങ്ങളിൽ ഒന്നാണ് GHS തച്ചങ്ങാട്. അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും മിന്നുന്ന വിജയം നേടുന്ന ഒരു വിദ്യാലയമാണ്. സ്റ്റാഫ് സെക്രട്ടറി കൂടിയാണ്. ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സുനിമോൾ ടീച്ചറാണ് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി. അതേപോലെ തന്നെ നമ്മുടെ SPCയുടെ ചാർജുള്ള സ്മിത ടീച്ചർ, മറ്റ് ടീച്ചേഴ്സ്, നമ്മുടെ PTA രക്ഷിതാക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു പരിപാടിക്ക് GHS തച്ചങ്ങാടിന്റെ ഹാർദവമായ അഭിനന്ദനങ്ങൾ. അപ്പൊ ടീച്ചറെ ജേർണലിസ്റ്റ് ആണോ?
ഞാൻ കാസർഗോഡിൽ മലയാള മനോരമയുടെ ബ്യൂറോയിലൊക്കെ ഇങ്ങനെ വേണ്ടായിരുന്നോ? ബ്യൂറോയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് ട്രെയിനിങ്ങിന്റെ ടീച്ചറുടെ പേരെന്തോ? സുനിമോൾ വളാൽ എന്ന പേരിൽ കുറച്ച് എഴുതാറുണ്ട്. അങ്ങനെ സാർ ഞങ്ങളോട് പോരും. സാർ GHS തച്ചങ്ങാട് കീ ചെയ്യുന്നു പറഞ്ഞൊരു സന്തോഷം. GHS തച്ചങ്ങാടി കീ. പവർ പോരാ. 1 2 3 GHS തച്ചങ്ങാടി അല്ലേ? GHS തച്ചങ്ങാടി കീ. അയ്യോ ചെവി പൊട്ടിപ്പോയി. ഓക്കെ, പവറുണ്ട് മക്കളെ, പവറുണ്ട്, എല്ലാവരും പവറുണ്ട്. അപ്പൊ GHS തച്ചങ്ങാടി ഉണ്ട്. അപ്പൊ നമ്മുടെ മെമ്പർ എവിടെ? മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. മെമ്പർക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ വേണം ചായ കുടിക്കാൻ. ഓക്കെ, അപ്പൊ തച്ചങ്ങാടിയിലെ എല്ലാ സ്കൂളുകാർക്കും വേണ്ടി നമ്മുടെ HM ഒരു ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്നു. HM ഓഫീസ് ചെയ്ത് വെക്കും, ചായ ഇതിൽ തന്നെ കുടിക്കും അല്ലേ? ഓക്കെ, നമ്മുടെ ജേർണലിസ്റ്റ്, മലയാള മനോരമയിൽ വർക്ക് ചെയ്ത ജേർണലിസ്റ്റ് ടീച്ചർ എവിടെ? ടീച്ചറെ നല്ല വാർത്തകളൊക്കെ എഴുതി. താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പറ്റുന്നിടത്തോളം ആളുകൾ, എൻ്റെ ഒരു സുഹൃത്തിന്റെ മോളുടെ കല്യാണമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കളയരുത്. നിങ്ങളെല്ലാം കോഴിക്കോട് വരണം. നമുക്കിതിലൊരു തീർപ്പുണ്ടാക്കണം. ഇത് വിട്ടിട്ടൊരു കളി കളിച്ചിട്ട് കാര്യമല്ല. നമുക്ക് സമാധാനത്തോടെ പൊതുജനത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ല. വല്ലവരും കൊച്ചു കൊണ്ടുവരും. ഓക്കെ അല്ലേ? അതുകൊണ്ട് MDMA കഴിച്ചാൽ അക്രമം കൂടെ ഉള്ളതാ. പിന്നെ പെറ്റമ്മയായാലും ഉമ്മയായാലും പള്ളക്ക് കത്തി കയറ്റാൻ വലിയ സന്തോഷമില്ല. രക്തം ചീറ്റുമ്പോൾ വല്ലാത്തൊരു ലഹരിയാ. അപ്പൊ എല്ലാവരും പറ്റുന്നവരൊക്കെ വരിക. അപ്പൊ താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, സന്തോഷം. നിങ്ങൾ നമ്മളോടുള്ള ഒരു പിൻബലം നമുക്ക് ഭയങ്കര സന്തോഷം കണ്ടതില്. എപ്പോഴും 24 കണ്ടുകൊണ്ടേ നിൽക്കാറുണ്ട്. സാറിന് ഒരു മാറ്റമില്ല കണ്ടതില്, ഒരേപോലെയുണ്ട്. ഒരു 2 വരി പാട്ടെ സാറിന്റെ മുന്നില്. നിക്കിടങ്ങനെ ഒന്നു നോക്കൂ, ഉയരെടുക്കും ചതി കണ്ടറിഞ്ഞു, നല്ലതായി രുചിച്ചുവെങ്കിൽ ഉള്ളുലയും ഗതി വേറെയാകും, നമ്മളെ നമുക്കു നഷ്ടമാകും. അകലട്ടെ ലഹരിതൻ വികലലോകം, ഉൾട്ടെ ബാല്യവും നിറയട്ടെ മൂല്യവും, ഉലകിൽ ഉയർന്നു പറന്നുവാൻ, വീടിനു നാടിനും തുണയാകുവാൻ, അകലട്ടെ ലഹരിതൻ വികലലോകം. താങ്ക് യു. നമ്മളിനിയും കാണും. ഓക്കെ, സന്തോഷം. ശരി മോളെ.